ഡോക്ടർ, ഇപ്പോൾ ഈ കർക്കിടകം പൊതുവെ പഞ്ഞമാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരു പക്ഷേ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ഡയബറ്റിക്സ് പോലുള്ള ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ശരിയാണ്. അപ്പം ഈ സമയത്ത് പ്രത്യേകിച്ച് വയോജനങ്ങളെ നമ്മൾ പ്രത്യേകം കരുതേണ്ട ഒരു സമയമാണ്. കാരണം ഈ ഒരു കർക്കിടകം പഞ്ഞമാസം എന്നുള്ള സമയത്ത് അവരുടെ രോഗബലം വളരെ മന്ദീഭവിച്ചിരിക്കുന്ന ഒരു സമയമാണ് മറ്റുള്ള ചെറുപ്പക്കാരെ അപേക്ഷിച്ച്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ നേരത്തെ കൃത്യത പാലിച്ചുള്ള ഭക്ഷണ രീതി തന്നെ നേരത്തെ തന്നെ അവർ ഭക്ഷണത്തിന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വൈകുന്നേരങ്ങളിൽ. അതുപോലെ തന്നെ വൈകുന്നേരം കഞ്ഞിയോ എളുപ്പം ദഹിക്കുന്ന ചെറുപയറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ, അതിൽ ഓരോ ധാന്യങ്ങൾ നമ്മൾ ഈ ചെയ്യുവാണെങ്കിൽ തന്നെ അത് നല്ലോണം കുതിർത്തിട്ട് അതിന് ശരീരത്തിന് പെട്ടെന്ന് അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവർ കറക്റ്റായിട്ട് അത് കൃത്യത പാലിച്ച് തന്നെ പോവുക. പിന്നെ നമ്മളുടെ ഈ സമയങ്ങളിൽ കൊതുകിൻ്റെ ഒരു ശല്യം കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടി അപരാജിത ധൂപം, ചൂർണം എന്നൊക്കെ പറഞ്ഞുള്ള ചൂർണങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ അഷ്ടഗന്ധങ്ങളൊക്കെ വെച്ചൊന്ന് പുകയ്ക്കുന്നത് നല്ലതാണ്. അത് നേരത്തെ തന്നെ ആ ഒരു ടൈമിലല്ല അവർ ഈ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പുറത്ത് നിർത്തി അവർ പുറത്തോട്ട് ഇരിക്കുന്ന സമയത്ത് വീട്ടിനകത്തേക്കും ചുറ്റുവട്ടങ്ങളിലും ഒക്കെ ഒന്ന് പുകച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റലേഷൻ എടുത്തു കഴിഞ്ഞ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ പോകാം. പിന്നെ മസാല എരിവും പുളി അച്ചാറും കുറയ്ക്കുന്നത് വലിയ ഒരു ഘടകമാണ്. നമ്മുടെ ബ്ലഡിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ആസിഡിക് ആൻഡ് ആൽക്കലൈൻ നേച്ചറിൽ, അപ്പം ആ ഒരു ആസിഡിക് നേച്ചറിൽ നിർത്താതെ ആൽക്കലൈൻ നേച്ചറിലേക്ക് ഒരു ക്ഷാരപ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ബ്ലഡ് സ്ട്രീംസ് വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോകും. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് മുമ്പോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അത്രയും.